റോളിംഗ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരിക്കൽ ആ റോളിംഗ് ചെയ്തിട്ടുള്ള ലൈഫിലേക്ക് പോയാൽ പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ മാനസിക ജീവിതം താറുമാറാവും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആകെ പ്രശ്നത്തിലാവും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതം കൈവിട്ടു പോവും, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, നമസ്കാരം. സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് കടം ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ കടക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തരത്തിൽ ഒരു കടക്കാരനാവാതെ നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിത ചിലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിത ചിലവ് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ജീവിത ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സാധാരണ തൊഴിലാളിയാണെങ്കിലും, ഇനി അതല്ല ഒരു മാസ വരുമാനമുള്ള വ്യക്തിയാണെങ്കിലും, ഇനി അതല്ല ഒരു ബിസിനസ്സുകാരനാണെങ്കിലും, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ കടങ്ങളില്ലാത്ത ഒരു ജീവിതം, സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാസ വരുമാനമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരി, അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അതല്ല നിങ്ങളൊരു ദിവസ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആ ആഴ്ചയിൽ ആ മാസങ്ങളിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ദിവസക്കൂലിയുള്ളവരുടെ ഒരു പ്രത്യേകത, ചില സീസണിൽ അവർക്ക് ജോലി ഉണ്ടാവും, ചില സീസണിൽ ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ജോലി, നമ്മൾ ചെയ്യുന്ന ജോലി ചില സീസണുകളിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ആ സമയത്തേക്ക് കണ്ടുപിടിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പോയാലും ആഴ്ചയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, മാസത്തിൽ കൃത്യമായി കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തത്, മാസവേതനമുള്ള തൊഴിലാളികളായിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു മാസവരുമാനമുണ്ട്. ആ മാസ ശമ്പളത്തിൽ നിന്നും ഏറ്റവും മാക്സിമം ഒരു 75% കൂടുതൽ നിങ്ങൾ ചിലവാക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തം ചിലവുകൾ ഒരു 7,500ൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഒരു 75% കൂടുതൽ പോവാതെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു കടക്കാരനാവാതെ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർക്ക് പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, അതൊരു കച്ചവടമാവാം, അതല്ലെങ്കിൽ മറ്റു പ്രൊഫഷണലായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സുകളാവാം. അപ്പോൾ എന്ത് ബിസിനസ്സാണെങ്കിൽ പോലും ബിസിനസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനം, എമൗണ്ട്, ക്യാഷ്, അത് നമ്മുടെ പണമാണ് എന്നുള്ള ധാരണയിൽ ഒരു കാരണവശാലും അതെടുത്ത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് ബിസിനസ്സിലേക്ക് വരുന്ന ഒരു പണമാണ് എന്നുള്ള ലെവലിൽ ആ ബിസിനസ്സിന് വേണ്ടി അത് ഡെവലപ്പ് ചെയ്യാനും അത് കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് എല്ലാ മാസവും നിങ്ങളൊരു ശമ്പളം പോലെ മാറ്റിവെച്ച് അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഒരു ദിർഹം, ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിലേക്ക് വരുന്ന പൈസ എടുത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി, അത് രണ്ടും രണ്ട് വ്യക്തികളാണെന്നും രണ്ടും രണ്ട് അക്കൗണ്ടാണെന്നുള്ള ബോധത്തിൽ നിങ്ങൾ ഡീൽ ചെയ്താൽ തീർച്ചയായിട്ടും ബിസിനസ്സിൽ നിങ്ങൾക്ക് കടം വരാതെ ശ്രദ്ധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ, അത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കടം വാങ്ങേണ്ട അവസ്ഥകളെല്ലാം വന്നു പോയാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു പെട്ടാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പലിശയില്ലാത്ത 100% പലിശയില്ലാത്ത കടങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
ഒരിക്കൽ നിങ്ങൾ പലിശയിലേക്ക് കടന്നു പോയാൽ, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വലിയൊരു ട്രാപ്പിലേക്കാണ് വീഴുന്നത്. പിന്നെ അവിടെ നിന്ന് കയറി വരിക എന്നുള്ളത് ഇത്രയും പ്രയാസമുള്ളൊരു കാര്യം വേറെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങുകയാണെങ്കിൽ പലിശ മാസം കൊടുക്കുന്ന രീതിയിലുള്ള കടങ്ങളല്ലാതെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്നോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടം വാങ്ങുക. പലിശയിൽ 100% ഒഴിവാകാൻ ശ്രമിക്കുക. പലിശയിലേക്ക് നിങ്ങൾ എത്തിപ്പോയാൽ അത് ഒരു ട്രാപ്പാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ലൈഫിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കൊരു കടം വാങ്ങേണ്ട ഒരവസ്ഥ വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ കടം എത്രയും വേഗം വീട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പൊതുവേ നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കടം വന്നു കഴിഞ്ഞാൽ ആ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെയാണ്? ഒന്ന്, നമുക്ക് വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മുടെ വരുമാനം കൂട്ടുക. ആ വരുമാനം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങളിൽ ഒന്ന് വ്യാപൃതരാവുക. മറ്റൊന്ന്, നിലവിലുള്ള ജീവിത ചെലവുകളെ ഒന്ന് ചുരുക്കിയിട്ട് കുറച്ചുകൂടി മിച്ചം വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എത്രയും വേഗം ആ കടം വീട്ടുക എന്നുള്ളതാണ്. പൊതുവെ സംഭവിക്കുന്ന ആളുകൾ കടം വാങ്ങുന്നു ഒരു കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ട്, പക്ഷേ ആ ഡേറ്റിൽ പലർക്കും ഒരു 95% ആളുകൾക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങുമ്പോൾ നമുക്കുള്ള ആവശ്യം ഉള്ളതുപോലെ തന്നെ കടം വീട്ടാനുള്ള താല്പര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല എന്നുള്ളത്. അപ്പോൾ അത് 2 കാര്യങ്ങൾ കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് സ്കിപ്പാവാം. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങൾ കടം വാങ്ങിയിട്ടുള്ള വ്യക്തിക്ക് കൊടുത്ത വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് വീട്ടാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ ആളുകൾക്ക് കടങ്ങളിലേക്ക് എത്താനുള്ളൊരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്ന ചില ചിലവുകളുണ്ട്. എക്സാമ്പിൾ, സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബുക്കും ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ചിലവാകും. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള ഒരു ഫണ്ട് നമുക്കൊരു എക്സ്ട്രാ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് എടുക്കലും മറ്റു ചിലവുകളും ഒക്കെ വരുമ്പോൾ അതിനൊരു ചെറിയൊരു എമൗണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ചില വിശേഷ ദിവസങ്ങൾ, നമ്മുടെ സെലിബ്രേഷൻസുകളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരാറുണ്ട്. ഫൈനലി നമുക്ക് ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു അധിക ചിലവ് വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു എമർജൻസി ഫണ്ടായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുക. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ആ എമർജൻസി ഫണ്ട് ഉപയോഗിക്കുകയും പിന്നീട് നിങ്ങളുടെ എമൗണ്ട് ഈ എമർജൻസി ഫണ്ടിലേക്ക് ആവശ്യത്തിന് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കടമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. റോളിംഗ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരിക്കൽ ആ റോളിംഗ് ചെയ്തിട്ടുള്ള ലൈഫിലേക്ക് പോയാൽ പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ മാനസിക ജീവിതം താറുമാറാകും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആകെ പ്രശ്നത്തിലാവും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതം കൈവിട്ടു പോവും, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണം റോൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്കാരം ഇന്ന് ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ എടുത്തു പറയുകയാണ്. അത്തരം നടപടിക്രമങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കുക, വരുമാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.